ഹലോ എവരിവൺ, മാച്ച് ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ രുചിയിൽ കേമനായ അടപ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് ബീറ്റ് അടയാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മളുടെ കഷ്ണണ്ടി, മുന്തിരി, കുറച്ച് കപ്പലണ്ടി, ചുക്ക്, ഏലക്ക, ജീരകം, ശർക്കര. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ വീറ്റട ഒന്ന് വേവിക്കാൻ വെക്കാം. ഒരു പാത്രത്തിൽ 2 കപ്പ് വെള്ളം വെച്ചിട്ട് വീറ്റട ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം, അത്യാവശ്യം നല്ല വേവുണ്ട് കേട്ടോ, അതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം. ശർക്കര പാനി ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞ ശേഷം അട ഇതേപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. വെള്ളം ഊറ്റിയെടുത്ത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ശർക്കര പാനി നന്നായിട്ടായിട്ടുണ്ട്. അത് ഞാനൊന്ന് അരിച്ചെടുത്ത ശേഷം വീണ്ടും തിളപ്പിക്കാൻ വെച്ചിട്ട് അതിനകത്തേക്കാണ് ഈ അട ചേർത്ത് കൊടുക്കുന്നത്. ഈ ശർക്കര പാനിയിൽ കിടന്നിട്ട് ഈ അട നന്നായിട്ടൊന്ന് ഒന്നും കൂടെ വേവണം കേട്ടോ. ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കാനായിട്ട്. ആ സമയത്ത് ഇളക്കി യോജിപ്പിക്കുന്ന സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ അത് അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കുന്നത്. ചിലർ പശുവും പാലും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ തേങ്ങാപ്പാലിലാണ് അതിൻ്റെ 2ാമത്തെയും 3ാമത്തെയും തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പശുവും പാലിലാണെങ്കിലും നമുക്കിത് കുക്ക് ചെയ്യുമ്പോൾ ടേസ്റ്റ് ഒക്കെ സെയിം ആണെന്നാണ് പറയുന്നത്. പക്ഷേ എന്നാലും തേങ്ങാപ്പാലാണ് അതിൻ്റെ ഒരു ട്രഡീഷണൽ രീതി. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിച്ചത്. അപ്പോൾ തേങ്ങാപ്പാലിലൊന്ന് തിളച്ച് വെന്തതിന് ശേഷം നമുക്ക് നമ്മളുടെ ഏലക്കയും ജീരകവും ചുക്കും പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ് പൊടിച്ചിട്ടുള്ളത്. അത് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുറുകി വരുന്ന പാകമാണ് അതിൻ്റെ വേവ് കറക്റ്റായിട്ട് ഉള്ളത്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ 1-ാം പാല് ചേർത്ത് കൊടുക്കുന്നു. 1-ാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഒന്ന് ചൂടാക്കിയുള്ളൂ, തിളപ്പിക്കില്ല. അപ്പോൾ 1-ാം പാൽ ഒഴിച്ച ശേഷം ഇതാണ് എല്ലാവർക്കും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മളുടെ അടപ്രഥമൻ്റെ പരിപാടി കഴിഞ്ഞു. വളരെ ടേസ്റ്റാണ്, എല്ലാവർക്കും അറിയാം, എല്ലാവരും കഴിച്ചിട്ടുള്ള സാധനമാണ്. പിന്നെ നല്ല വെളുത്ത ശർക്കര ആയതുകൊണ്ടാണ് ഈ കളറിലുള്ളത്. ഇനി നമുക്ക് നെയ്യ് കൂടെ മൂപ്പിച്ചൊഴിക്കേണ്ടതുണ്ട്. അപ്പം നെയ്യ് ഒഴിക്കുക. അതിനുശേഷം കഷ്ണണ്ടി, കപ്പലണ്ടി ഇട്ടിട്ടുണ്ട് ഞാൻ. കുറച്ച് മുന്തിരി കൂടെ ചേർത്ത് നന്നായിട്ട് ചൂടാക്കി ആ പായസത്തിലേക്ക് ഒഴിച്ച് നമ്മളുടെ പായസ പരിപാടി കഴിഞ്ഞു. ഒന്ന് ഇത് നമ്മൾ നെയ്യ് ഒന്ന് ചേർത്തിട്ട് ഒരു 5 മിനിറ്റും കൂടി അടച്ച് വെച്ച് ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം. അതിന് ശേഷമാണ് സെർവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു കട്ടിയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് മാറുള്ളൂ. അപ്പോൾ അതാ ഞാൻ ആ നെയ്യ് ചൂടാക്കിയത് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിന് ശേഷം ഞാൻ 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അടപ്രഥമൻ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നല്ല ഹെൽത്തിയാണ്. വീറ്റഡ ആയതുകൊണ്ട് നല്ല ഹെൽത്തിയാണ്. ഇതിൻ്റെ റൈസ് അടയും ഉണ്ട്. അത് നമ്മളുടെ ഇഷ്ടമാണ് കേട്ടോ, ഇത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ഇവിടെ അവസാനിക്കുകയാണ്. നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി